ഒരു നിശ്ചയമില്ല ഒന്നിനും. വരുമോരോ ദശ വന്ന പോലെ പോകും. വിജയുന്നു മനുഷ്യൻ ഏതിനോ തിരിയാ ലോകരഹസ്യമാർക്കുമേ. നമ്മളെ ഇതെല്ലാം ആഗ്രഹിക്കുന്നു. ഇന്ന് ഞാൻ കണ്ണടങ്ങിയ ഇതെല്ലാം പോയി. എന്നാ കൊണ്ടുപോയി? അത് ഓർത്താൽ മതി. ജീവിതം ഒരു സമരമാണെങ്കിൽ 97-ാം വയസ്സിലും ആ സമരത്തിലാണ് ദേവകിയമ്മ. ആരുടെ മുന്നിലും തലകുനിക്കാതെ നിവർന്നു നിൽക്കാനുള്ള സമരം. ഈ പെട്ടിക്കടയിലിരുന്ന് ദേവകിയമ്മ തന്റെ ജീവിതത്തിന് നിറം നൽകാൻ തുടങ്ങിയിട്ട് വർഷം 60 കഴിഞ്ഞു. ഭർത്താവിന്റെ പെട്ടെന്നുള്ള മരണത്തിൽ ആദ്യം പകച്ചെങ്കിലും 4 മക്കളുടെ ഭാവിക്കായി ദേവകിയമ്മ ആദ്യമായി കച്ചവടം തുടങ്ങി. തുടക്കത്തിൽ പലചരക്ക് സാധനങ്ങളായിരുന്നു കൂടുതൽ. പ്രായത്തിന്റെ സംഖ്യ കൂടി വന്നപ്പോൾ കടയിലെ സാധനങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടായി. നേരത്തെ നല്ല കച്ചവടമായിരുന്നു കേട്ടോ. ഇപ്പം 100 രൂപ ചിലവായെങ്കിൽ പറയാം. നല്ല കച്ചവടമായിരുന്നു. 4 പേരെയും പഠിപ്പിച്ചു. മകനെ കൊണ്ട് അന്ധവിദ്യാലയത്തിൽ പഠിപ്പിച്ചു. എല്ലാം ചെയ്ത് അവസാനം എല്ലാം ഇഷ്ടം. രാവിലെ 7:30 മുതൽ കോട്ടയം SH മൗണ്ടിലെ റോഡ് സൈഡിലെ പെട്ടിക്കടയിൽ പുഞ്ചിരിച്ചുകൊണ്ട് ഈ അമ്മയെ കാണാം. രാവിലെ 7:30 ഇവിടെ വരും. 7 കൂട്ടിക്കോ, 7:30 8 ആകിയല്ല. 8 മുമ്പ് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പോകുള്ളൂ. സന്ധ്യയ്ക്ക് ചിലപ്പോൾ 6 വരും. മഴയാണെങ്കിൽ അതിന് എപ്പോഴാണ് മഴ പെയ്യുന്നത് ഇടിമിന്ന് ഞാൻ പോവാൻ. എന്തായാലും 97-ാം വയസ്സിലും ദേവകിയമ്മ ഫുൾ വൈബാണ്. സ്വന്തം ചെലവിനുള്ള പണം സ്വന്തമായി കണ്ടെത്തുന്ന വൈബ്. ജീവിതം രക്ഷപ്പെടണമെങ്കിൽ കേരളം വിടണമെന്ന് പറയുന്ന മലയാളിയെ നോക്കി ഈ 97-ാം വയസ്സിലും ദേവകിയമ്മ പുഞ്ചിരിച്ച് കാണിക്കുകയാണ്. കോട്ടയത്ത് നിന്ന് ക്യാമറാമാൻ ജോബിൻ തേക്കടിക്കും അഭിലാഷ് ചിറക്കടവനുമൊപ്പം ഷിനോ ജസ്റ്റി, മാതൃഭൂമി ന്യൂസ്.